സങ്കീർത്തനങ്ങൾ 69-5 വാക്യം. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്കെല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഭോഷത്വം പ്രവർത്തിക്കുവാനുള്ള തോന്നൽ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോടെ ദൈവ വചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കും. കുടപ്പുറപ്പുകളെ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയവരുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവവചനത്തിൻ്റെ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം മറ്റു ചില ചിന്തകൾ, മറ്റു ചില തോന്നലുകൾ സ്വയകേന്ദ്രീകൃതമായ കാര്യങ്ങളിൽ നിന്നും ഉണ്ടാകുവാനിടയാകും. പിന്നീട് ആ ചിന്തകളോ തോന്നലുകളോ അവരെ അതിൻ്റെ നിവൃത്തീകരണത്തിൻ്റെ പാതയിൽ കൂടി നടക്കുവാൻ പ്രേരിതരാക്കുകയും തന്നിമിത്തം ഭോഷത്വം പ്രവർത്തിക്കുന്നവരായി തീരുകയും ചെയ്യും. ദൈവമക്കളുടെ ഹൃദയത്തിലെ ഭോഷത്വത്തിൻ്റെ ചിന്തകൾ അവരെ പ്രവർത്തനത്തിൽ കൊണ്ടുചെന്നെത്തിച്ചു കഴിയുമ്പോൾ അതിന് ദൈവിക ശിക്ഷ ലഭ്യമാകി തീരും എന്നറിയണം. ഭോഷത്വത്തിലേക്ക് ഒരുവൻ തിരിയുമ്പോൾ അതിൽ നിന്നും അവൻ പിന്തിരിയേണ്ടതിന് ദൈവം ആരെക്കൊണ്ടെങ്കിലും മുന്നറിയിപ്പ് നൽകുവാൻ ഇടയാകാറുണ്ട്. സാത്താന്റെ പദ്ധതി ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നവനെ കൊണ്ട് ഭോഷത്വം പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും എന്ന് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. യെശയ്യാവ് 30-ാം ഈ വാക്യം. ദൈവഹിതത്തിന്റെ വഴി എന്തെന്ന് തിരിച്ചറിയുന്ന വിശ്വാസി ദൈവഹിതത്തിന്റെ വഴിയിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത്. അപ്രകാരം തിരിയുവാൻ തോന്നലുണ്ടാകുമ്പോൾ തന്നെ ആ ചിന്തയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായും ദൈവം തന്റെ ആലോചനയെ ഏതെങ്കിലും വിധത്തിൽ ആരെക്കൊണ്ടെങ്കിലും നമ്മെ കേൾപ്പിക്കും. അത് കേൾക്കാതെ നാം മുന്നോട്ട് പോയാൽ അത് ദൈവിക ശിക്ഷയ്ക്ക് കാരണമായി തീരും എന്നറിയണം. ദാവീദ് തന്റെ രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്റെ ഹൃദയം സ്വയബോധത്താൽ നിറഞ്ഞു. ദൈവിക പദ്ധതിയുടെ ചിന്തകൾ വെടിഞ്ഞ് സ്വയപദ്ധതിയുടെ തോന്നൽ തന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. ദാവീദിന്റെ ജീവിതത്തിൽ താൻ വലിയൊരു ഭോഷത്വം ചെയ്യുവാൻ ഇടയായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നു. അതിനുവേണ്ടി സാത്താൻ ദാവീദിന്റെ ഹൃദയത്തെ വശീകരിച്ചു. സാത്താന്റെ ആലോചനയ്ക്ക് താൻ തന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തത് തനിക്ക് വലിയ കഷ്ടത്തിനും നഷ്ടത്തിനും കാരണമായി എന്നാണ് ശമൂവേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം, എന്നാൽ യഹോവേ, അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു എന്ന് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നു. ദൈവഹിതത്തിന് വിപരീതമായി ജനത്തെ എണ്ണുവാൻ താൻ മുതിർന്നു എന്നത് വലിയ ഭോഷത്വമായിരുന്നു. ഈ ഭോഷത്വം ചെയ്യുന്നതിലേക്ക് താൻ നീങ്ങുന്നതിന് മുന്നമേ തൻ്റെ സൈന്യാധിപനായ യോവാബ് രാജാവായ ദാവീദിനെ അതിൽ നിന്ന് തടയുവാൻ തുനിയുന്നുണ്ട്. അതിന് യഹോവ തൻ്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എൻ്റെ യജമാനനായ രാജാവേ, അവർ ഒക്കെയും യജമാനന്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നതെന്ത്? ഇസ്രായേലിന് കുറ്റത്തിന്റെ കാരണമായി തീരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. പ്രിയരെ, എന്നാൽ യോവാബിന്റെ വിലക്കിനെയോ മുന്നറിയിപ്പിനെയോ ഒന്നും ദാവീദ് ഗൗരവമായി എടുത്തില്ല. താൻ തൻ്റെ താല്പര്യത്തിൽ മുന്നേറുവാൻ തന്നെ തീരുമാനിച്ചു. ദാവീദിന്റെ നിർബന്ധപ്രകാരം യോവാബിന് ജനത്തിന്റെ എണ്ണം എടുത്തു കൊടുക്കേണ്ടതായി വന്നു. അത് ദാവീദിന് അകൃത്യ ഭാരമായി തീരുകയും ചെയ്തു എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. പ്രിയരെ, നാം ദൈവഹിതത്തിന് വിപരീതമായി ചലിക്കുമ്പോൾ ദൈവം നമുക്ക് ആരെക്കൊണ്ടെങ്കിലുമൊക്കെ തരുന്ന മുന്നറിയിപ്പ് നാം അവഗണിച്ചു കളയരുത്. അത് നാം ഏറ്റെടുക്കേണ്ടതാണ്. ദൈവാലോചന വിട്ട് നാം ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടയാകരുത്. നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന എല്ലാ തോന്നലുകളും ചിന്തകളും ദൈവികമായിരിക്കും എന്ന് ചിന്തിച്ചു പോവുകയും ചെയ്യരുത്.
നാം ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടത് ആവശ്യമാണ്. ദൈവഹിതം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്തതിനാലും നാം ജഡത്തിൽ ജീവിക്കുന്നവരാകിയാലും ചില സന്ദർഭങ്ങളിൽ സ്വയത്തിന്റെ ചിന്തകളും തോന്നലുകളും ഉണ്ടാകാറുണ്ട്. എന്നാൽ അതും ദൈവീയമായതാണ് എന്ന് സാത്താൻ നമ്മെ ധരിപ്പിക്കുവാൻ പലപ്പോഴും താല്പര്യപ്പെടാറുണ്ട്. ഏത് തോന്നലും ഏത് ചിന്തകളും അത് നമ്മെ പോഷത്വം പ്രവർത്തിപ്പിക്കുവാൻ ഇടയാക്കാതിരിക്കുന്നതിന് വേണ്ടി നാം അത് ആത്മാവിൽ വിവേചിച്ചറിയാൻ ദൈവത്തിന്റെ മുൻപാകെ ചെല്ലണം. വിശ്വാസികളായ ദൈവമക്കൾ തങ്ങളുടെ എല്ലാ തോന്നലുകളും, നമുക്കുണ്ടാകുന്ന എല്ലാ പ്രേരണകളും നാം വിവേചിച്ചറിഞ്ഞ് മാത്രമേ അതിലേക്ക് നാം ഇറങ്ങാവൂ. എല്ലാ തോന്നലുകളും ദൈവവചന വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പോകുന്നതാണെങ്കിൽ മാത്രമേ നാം അത് നടപ്പിൽ വരുത്താവൂ. അങ്ങനെയെങ്കിൽ നമ്മിൽ പോഷത്വം ഉളവാകുകയില്ല. ദാവീദിന് തനിക്കുണ്ടായ തോന്നലിലും പ്രേരണയാലും അതിനെ വിവേചിച്ചറിയാഞ്ഞതിനാൽ താൻ പോഷത്വം പ്രവർത്തിച്ചു. അതിനാൽ താൻ ദൈവിക ശിക്ഷയ്ക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നു എന്ന് മറന്നു പോകരുത്. കൂടപ്പിറപ്പുകളെ, സാത്താൻ നമ്മെ തൻ്റെ കരങ്ങളിലെ കളിപ്പാവുകളാക്കുവാൻ നാം അനുവദിച്ചുകൂടാ. നമ്മുടെ ഹൃദയങ്ങളിലെ തോന്നലുകളും പ്രേരണകളും നാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവാത്മാവിന്റെ സഹായത്താൽ വിവേചിച്ചറിയുക. മറ്റുള്ളവരിൽ കൂടെയോ ശുശ്രൂഷകന്മാരിൽ കൂടെയോ നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകളോ വിലക്കുകളോ ആലോചനകളോ നാം സ്വീകരിക്കുവാനും ദൈവിക പദ്ധതി പ്രകാരമുള്ള ആ സ്വസ്ഥതയും സമാധാനവും നന്മകളും ഏറ്റെടുത്ത് അനുഭവിക്കുന്നവരുമായി തീരുമ്പോൾ നമ്മിൽ ദൈവം പ്രസാദിക്കുവാനിടയാകും. അതിനാണ് നാം താല്പര്യപ്പെടേണ്ടത്. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്ന യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും എന്ന് 85 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു. അത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ നാം ഭോഷത്വത്തിലേക്ക് തിരിയാതിരിക്കേണ്ടതിന് ദൈവം നമ്മോട് സമാധാനത്തിൽ സംസാരിക്കുമ്പോൾ, സമാധാനം അരുളുമ്പോൾ അത് സ്വീകരിക്കുവാൻ ഏറ്റെടുക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതിനെനിക്കിടയാകണം എന്ന് ആഗ്രഹിക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ സഹായം സ്വീകരിക്കണം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശക്തമായി കേൾപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചന ചിന്തയ്ക്കനുസരിച്ച് കർത്താവേ, ഞങ്ങൾ സൂക്ഷ്മതയോടെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ, ശത്രു ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഏറ്റെടുക്കാതെ അത് ചെയ്യാതെ അത് ഒഴിഞ്ഞു മാറാൻ, അതിനെ തകർത്തു കളയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭോഷത്വം പ്രവർത്തിക്കുവാനുള്ള തോന്നൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അത് ശത്രുവിന്റെ തന്ത്രമാണെന്ന് തിരിച്ചറിയാൻ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന മണ്ഡപയ്ക്കായി സ്തോത്രം. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവ്, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.